പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ്. പ്രാർത്ഥന എന്നത് ദൈവവുമായുള്ള ഒരു സംഭാഷണമാണ്. ഇത് നമ്മെ ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുകയും ആത്മീയ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ദൈവത്തോട് സംസാരിക്കുന്നതിലൂടെ നാം അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ 10 പ്രധാന ഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി, സമാധാനം കണ്ടെത്താൻ സഹായിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ അവനിലേക്ക് ഇറക്കി വയ്ക്കുവാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിന് ശാന്തതയും സമാധാനവും നൽകുന്നു. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ തളർത്തുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കുന്നത് വലിയ ആശ്വാസമാണ്. ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്നു. രണ്ടാമതായി, ദൈവത്തിൽ നിന്നുള്ള മറുപടികൾ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു. അവിടുത്തെ ശബ്ദം കേൾക്കാനും അവിടുത്തെ ഇഷ്ടം മനസ്സിലാക്കാനും പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 പറയുന്നു, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകുകയും നീ അറിയാത്ത വലിയ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരുകയും ചെയ്യും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കുമ്പോൾ അവൻ നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. മൂന്നാമതായി, വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി കൂടുതൽ അടുക്കുമ്പോൾ അവനിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. അവന്റെ ശക്തിയും വിശ്വസ്തതയും നമ്മൾ കൂടുതൽ അറിയുന്നു. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമെന്ന ഉറപ്പും കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യവുമാണ് എന്ന്. ദൈവവുമായി അടുത്തിടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് ധൈര്യം ലഭിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുന്നു. നാലാമതായി, ആത്മീക ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന നമ്മുടെ ആത്മാവിന് ശക്തി നൽകുന്നു. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 പറയുന്നു, കർത്താവിൽ പ്രത്യാശിക്കുന്നവൻ ശക്തി പുതുക്കും, അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവർ തളരാതെ ഓടുകയും ക്ഷീണിക്കാതെ നടക്കുകയും ചെയ്യും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നമ്മെ തളർത്താൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കുന്നത് വലിയ ശക്തി നൽകുന്നു. ഇത് നമ്മെ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുവാൻ സഹായിക്കുന്നു. അഞ്ചാമതായി, കൂടുതൽ സ്നേഹവും ദയയുമുള്ളവരാകുവാൻ നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന നമ്മെ ദൈവവുമായി അടുപ്പിക്കുമ്പോൾ അവന്റെ സ്നേഹവും ദയയും നമ്മളിൽ നിറയുന്നു. ഇത് മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടും ദയയോടും പെരുമാറാൻ നമ്മെ സഹായിക്കുന്നു. 1 യോഹന്നാൻ 4:7 പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമുക്കന്യോന്യം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തെ അറിയുന്നവരുമാണ്. ദൈവവുമായി അടുത്തിടപഴകുമ്പോൾ അവിടുത്തെ സ്നേഹം നമ്മളിൽ നിറയുന്നു. ഇത് മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടും ദയയോടും പെരുമാറാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആറാമതായി, തെറ്റുകൾ മനസ്സിലാക്കി പശ്ചാത്തപിക്കാൻ നമ്മെ സഹായിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും കുറവുകളും അവിടുന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു.
ഇത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാനും ദൈവത്തോട് ക്ഷമ ചോദിക്കാനും നമ്മെ സഹായിക്കുന്നു. 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങൾ നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് അനീതിയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കും. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി സംസാരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും കുറവുകളും അവിടുന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാനും ദൈവത്തോട് ക്ഷമ ചോദിക്കാനും നമ്മെ സഹായിക്കുന്നു. 7-ാമതായി ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നമുക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനുമുള്ള ഒരു അവസരമാണ്. അവന്റെ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നതിലൂടെ നമ്മുടെ ഹൃദയം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. സങ്കീർത്തനം 100:4 പറയുന്നു, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ ചെല്ലുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്നു. 8-ാമതായി ദൈവീകമായ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി അടുക്കുമ്പോൾ അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്നു. അപകടങ്ങളിലും ആപത്തുകളിലും അവിടുന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. സങ്കീർത്തനം 91:14-15 പറയുന്നു, അവൻ എന്നിൽ സ്നേഹം വെച്ചിരിക്കയാൽ ഞാൻ അവനെ വിടുവിപ്പിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതിനാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം നൽകും. കഷ്ടതയിൽ ഞാൻ അവനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിപ്പിച്ച് ബഹുമാനിക്കും. ദൈവവുമായി അടുത്തിടപഴകുമ്പോൾ അവൻ നമ്മെ സംരക്ഷിക്കുന്നു. അപകടങ്ങളിലും ആപത്തുകളിലും അവിടുന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. 9-ാമതായി വിശുദ്ധീകരണത്തിനുള്ള മാർഗമാണ് പ്രാർത്ഥന. നമ്മെ ശുദ്ധീകരിക്കാനും ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാനും പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. ദൈവവുമായി സംവദിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധീകരിക്കപ്പെടുന്നു. 2 കൊരിന്ത്യർ 7:1 പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ശരീരം, ആത്മാവ് എന്നിവയുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തിൽ വിശുദ്ധി പൂർണ്ണമാക്കുക. പ്രാർത്ഥന നമ്മെ ശുദ്ധീകരിക്കാനും ദൈവത്തിന് പ്രീതികരമായി ജീവിതം നയിക്കാനും സഹായിക്കുന്നു. ദൈവവുമായി സംവദിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധീകരിക്കപ്പെടുന്നു. 10-ാമതായി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നു. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി അടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുന്നു. ദൈവവുമായുള്ള ബന്ധം നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നു. സങ്കീർത്തനം 16:11 പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. നിന്റെ വലതുഭാഗത്ത് എന്നേക്കും ആനന്ദമുണ്ട്. ദൈവവുമായി അടുത്തിടപഴകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം നിറയുന്നു. ദൈവവുമായുള്ള ബന്ധം നമുക്ക് യഥാർത്ഥ സന്തോഷം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഇതിനായി സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.